ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഡിറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ ആദ്യത്തെ ചോദ്യം ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണോ, ഇതിൽ നിന്ന് എത്ര മാർക്ക് എക്സാമിന് വരും എന്നൊക്കെയല്ലേ. അപ്പോൾ ആ ഒരു ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടി ഒരു പാസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് ഇതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മാർക്ക് എത്ര, ആദ്യം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എക്സ്പെക്റ്റഡ് മാർക്ക് ഫ്രം ദിസ് ഏരിയ എബൌട്ട് 5 to 6. ഇതാണ് നോർമലി ചോദിക്കാറുള്ളത്. ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. എന്താണെങ്കിലും മാർക്ക് നോക്കിയല്ല നമ്മുടെ പഠനം വേണ്ടത്. പ്രത്യേകിച്ചും ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇത് നമ്മുടെ യുണീക്കായിട്ടുള്ള സബ്ജക്റ്റാണ്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനുള്ള പല സബ്ജക്റ്റുകളും CMAക്കാർ പഠിക്കാറുണ്ട്. CS-നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പഠിക്കാറുണ്ടെങ്കിലും CMAക്ക് മാത്രമായി ചെയ്യാവുന്ന നമ്മുടെ യുണീക്കായിട്ടുള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ നമുക്ക് മാത്രമുള്ള വീണ് കിട്ടിയ ഒരു നിധിയാണ് എന്ത്, സ്റ്റാറ്റ്യൂട്ടറിലി കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? CMAക്കാർക്കേ പറ്റുള്ളൂ. മുൻപേ ചാർട്ടേഡ് അക്കൗണ്ടൻ്റൊക്കെ ചെയ്തിരുന്നു. ഇതിലത്തെ മൂന്നാമത്തെ ടോപ്പിക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കോസ്റ്റ് ഓഡിറ്റും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും തമ്മിലുള്ള ബന്ധം നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം. എനിവേ, നമുക്ക് മാർക്ക് പറഞ്ഞു. രണ്ടാമത്, ഇതിൽ പ്രധാനമായും നമുക്ക് ടോട്ടൽ 20 ടോപ്പിക്സുകളാണുള്ളത്. ഇതിൽ വേറെ രസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ആകെ ചെറിയ പേജ് 4-5 പേജിനുള്ളിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. എന്നാൽ ഇവിടെ ഇത് കുറേ ഉണ്ടല്ലോ, ടെക്സ്റ്റിലില്ലാത്ത പല ടോപ്പിക്കും ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. ടെക്സ്റ്റിൽ പല സ്ഥലങ്ങളായി കിടക്കുന്ന ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടി ടെക്സ്റ്റിലില്ലാത്തതും നമ്മൾ മനസ്സിലാക്കേണ്ട കോസ്റ്റ് ഓഡിറ്റ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റലായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അത് എക്സാമിന് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ രസകരമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്കിനേക്കാൾ കൂടുതലായി ടോപ്പിക്ക് കാണുന്നു. ഓക്കെ, ഇനി ഇത് പ്യൂർലി ഒരു തിയറി ബേസ്ഡ് ടോപ്പിക്കാണ്. ഒരു തിയറി ടോപ്പിക് അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ചാപ്റ്ററാണ്. ഓക്കെ, ഇനി നമുക്കിതിലെ ടോപ്പിക്കുകൾ ഒന്ന് ജസ്റ്റ് വായിച്ചു വിടാം. പിന്നീട് നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടോപ്പിക്ക് വായിച്ചു വിടാം. ഒന്നാമത്തെ ടോപ്പിക്ക് എന്താണ് കോസ്റ്റ് ഓഡിറ്റ്, വാട്ട് ഈസ് കോസ്റ്റ് ഓഡിറ്റ്. നമ്പർ 2, ഹിസ്റ്ററി ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഹിസ്റ്ററിയാണ്. കോസ്റ്റ് ഓഡിറ്റ് എങ്ങനെ വന്നു, അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ സാധ്യതകളുമൊക്കെയാണ് അവിടെ പറയുന്നത്. മൂന്നാമത് പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. കോസ്റ്റ് ഓഡിറ്റും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും തമ്മിലുള്ള ബന്ധം. നാലാമത്തെ പോയിൻ്റ് കമ്പനീസ് ആക്ട് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. കമ്പനീസ് ആക്റ്റും അതേപോലെ കോസ്റ്റ് ഓഡിറ്റും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം കോസ്റ്റ് ഓഡിറ്റിൻ്റെ നട്ടെല്ല് അതാണ് ആര്, കമ്പനീസ് ആക്ട്. അടുത്തത് സെക്ഷൻ 148 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. നമുക്കറിയാം കമ്പനീസ് ആക്ട് 2013 ആണ്. അതിൽ സെക്ഷൻ 148 മുകളിൽ നമ്മൾ പറഞ്ഞ കമ്പനീസ് ആക്ട്സും കോസ്റ്റ് ഓഡിറ്റും തമ്മിലുള്ള ബന്ധം കെടുക്കുന്ന സെക്ഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അതിൽ ടോട്ടൽ 8 സബ് സെക്ഷൻസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും നമ്മളതൊക്കെ ഈ ചാപ്റ്റർ നമ്പർ 2 ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററിലായിട്ട് നമ്മളത് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ആറാമത്തെ ടോപ്പിക്ക് പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. നമ്മുടെ ICWA ശരിക്കും നമുക്കറിയാലോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നാണെങ്കിലും മുൻപേ 2012 മുൻപേ അത് ICWA ആയി എന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആക്ട് പ്രകാരമാണ് ഡെഫിനിഷനൊക്കെ ഉള്ളത്. ദാറ്റ്സ് ഓൾ. റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്, ബെനഫിറ്റ് ഓർ യൂസസ് ഒക്കെ പറയാം. അപ്പോൾ റെലവൻസ് പഠിച്ചില്ലല്ലോ എന്ന് ആശങ്ക വേണ്ട. എക്സാമിന് ചിലപ്പോൾ ബെനഫിറ്റ് അല്ലെങ്കിൽ യൂസസ് എന്നൊക്കെ ആവും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. 8th വൺ പറഞ്ഞത് ജനറൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവിനെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ജനറലും മറ്റൊന്ന്
സോഷ്യലും. രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. 9ാമത് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്, സെക്ഷൻ 2. സെക്ഷൻ 2 എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏത് ആക്റ്റിലെ എന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് ഏതാണ്, ഓഫ് ഏതാണ് നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാം. കമ്പനീസ് ആക്റ്റിലെ സെക്ഷൻ ഏതാണ്, 2013 സെക്ഷൻ 2 ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ. 10ാമത്തെ മോഡ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ മോഡ്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മറ്റ് വല്ല ബ്രാഞ്ച് ഓഫീസിലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, പ്രത്യേകം രജിസ്ട്രാർക്ക് ഇൻഫോം ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും. ഇത് ഏത് സെക്ഷൻ തന്നെയാണ്, 128 ഏത് ഓഫ് ഏതാണ്, കമ്പനീസ് ആക്റ്റാണ്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഏത് സെക്ഷൻ എടുത്താലും അതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്, കമ്പനീസ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. കോസ്റ്റ് ഓഡിറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ലോ ഒന്നും ഇല്ല, ആക്റ്റ് ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ നട്ടലായിട്ട് ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ആരെയാണ്, കമ്പനീസ് ആക്ട് തന്നെയാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ലേ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന, അതിൻ്റെയും നട്ടൽ ഏത് തന്നെയാണ്, കമ്പനീസ് ആക്ട് തന്നെയാണ്. 11th വൺ പെനാൽറ്റി അണ്ടർ സെക്ഷൻ 469 ഇഫ് റൂൾ ആർ നോട്ട് ഫോളോഡ് ആസ് പെർ സെക്ഷൻ 148 സബ്സെക്ഷൻ 1 and 2. നമ്മളിവിടെ ഇവിടെ പറഞ്ഞിരുന്നു 5ാമത്തെ ടോപ്പിൽ 148 ഓഫ് ദ കമ്പനീസ് ആക്റ്റിൽ പറയുന്ന 8 സബ്സെക്ഷൻ, അതിലെ സബ്സെക്ഷൻ 1, 2 സബ്സെക്ഷൻ 1ഉം 2ഉം ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ, വിച്ച് മീൻസ് അതൊന്നുമല്ല, കോസ്റ്റ് റെക്കോർഡും കോസ്റ്റ് ഓഡിറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പെനാൽറ്റിയാണ് വരിക എന്നതാണ് അവിടെ പറയുന്നത്. 12th വൺ പറയുന്നത് സെക്ഷൻ 140 ഓഫ് കമ്പനീസ് ആക്ട് 2013 പാർട്ട് 2 ആണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു 8 സബ്സെക്ഷൻ ഉണ്ട്, അതിനവിടെ 2 പാർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഈ 8 സബ്സെക്ഷനിലെ സബ്സെക്ഷൻ 1, 2, 3, 4 ഇത്രയും ഭാഗങ്ങളെ ഇവിടെ ഡിസ്കസ് ചെയ്യും ഈ ടോപ്പിക്കിൽ, അഥവാ ടോപ്പിക് നമ്പർ 5 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് വരുന്ന സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ 5ഉം പിന്നെ 6, 7, 8 ഉണ്ടെങ്കിൽ പോലും 5ഉം 8ഉം മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ സാർ 7 ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ, അതേപോലെ 6 ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഏതിലാണ്, നെക്സ്റ്റ് ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുക. ചാപ്റ്റർ നമ്പർ ഏതാ, 2ലാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ 8 4 ഇവിടെയും 5th ടോപ്പിക്കിലും, പിന്നെ 8 ഇതെവിടെയാണ്, 12th ടോപ്പിക്കിലും ഡിസ്കസ് ചെയ്യും. ബാക്കി 6ഉം 7ഉം ഏതുമായി ബന്ധപ്പെട്ടതാണ്, അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണം. അവിടെയാണ് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈം. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ, ദാസ പറഞ്ഞ പോലെ അതിനവിടെ പറയലാണ് എന്ത് ഉചിതം. അതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചു. എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 13ാമത്തെ ക്വാളിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റർ. കോസ്റ്റ് ഓഡിറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്. സെക്ഷൻ 141 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. സെക്ഷൻ 141 മറക്കരുത്. സെക്ഷൻ 141 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ് എന്തൊക്കെയാണ് ഒരു കോസ്റ്റ് ഓഡിറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 14th ടോപ്പിക്ക് റിസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ബൈ എ ഫേം ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടൻ്റായി നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനികളുടെ, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് റിസ്ട്രിക്ഷൻ ഉണ്ട്. 20 റിസ്ട്രിക്ഷൻ. 20 കമ്പനിയുടെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 20 പബ്ലിക് കമ്പനി, ചില കമ്പനികൾ എന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളില്ല. പ്രൈവറ്റ് കമ്പനി ലെസ് ദാൻ 100 crore, OPC 1% കമ്പനി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ അവിടെ പറയാം. എന്തായാലും 20 റിസ്ട്രിക്ഷൻ എന്ന് പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാക്കി വെക്കുക. അടുത്ത 15th ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റർ. കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ ഒരു കോസ്റ്റ് ഓഡിറ്റർക്കുള്ള ഡിസ്ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. സെക്ഷൻ 141 ഓഫ് ദ കമ്പനീസ് ആക്ട് തന്നെയാണ് അതും പറയുന്നത്. നമ്മളിവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ലേ, സെക്ഷൻ 141, അതേപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷനും സെയിം സെക്ഷൻ തന്നെയാണ്. പവർ ഓഫ് കോസ്റ്റ് ഓഡിറ്റർ സെക്ഷൻ 143 ഓഫ് കമ്പനീസ് ആക്ട് ആണ് അത് പറയുന്നത്. സാർ ഈ സെക്ഷനൊക്കെ പഠിച്ചു നോക്കണോ? പഠിച്ചാലൊക്കെ നന്നു. നമ്മൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ കോട്ട് ചെയ്തിട്ടുള്ള ആൻസർ ഷീറ്റ് കണ്ടാൽ വളരെ രസമല്ലേ? സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ A to Z പഠിക്കണം എന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സെക്ഷൻ, നിങ്ങളിനി വിചാരിക്കരുത്
കോസ്റ്റ് ഓഡിറ്റിൽ ഒരുപാട് സെക്ഷൻ പഠിക്കാണ്ട് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ തന്നെ കോസ്റ്റ് ഓഡിറ്റും കമ്പനീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻ പറയുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ ഇതേ ഈ 20 ടോപ്പിക്കിനുള്ളിൽ കാണുന്ന സെക്ഷൻസ് തന്നെ ഉള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും എന്ത് ചെയ്യാവുന്നു ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ദാറ്റ്സ് ഓൾ. കോസ്റ്റ് ഓഡിറ്ററുടെ പവറാണ് അടുത്ത 16 പറയുന്നത്. പിന്നെ പെനാൽറ്റി സെക്ഷൻ 147 പെനാൽറ്റി. പിന്നെ ഡ്യൂട്ടീസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ. ഒരു കോസ്റ്റ് ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഓഡിറ്റ് റിസ്കിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ ടോപ്പിക്ക് എന്തായാലും ഓഡിറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. ഡിറ്റക്ഷൻ റിസ്ക്, ഇൻഹറൻറ്റ് റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓക്കെ, കൺട്രോൾ റിസ്ക്, അങ്ങനെ 3 ടൈപ്പ് റിസ്ക്കുകളാണ് എന്ത് ചെയ്യുന്നത് ഓഡിറ്റ് റിസ്ക് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് 20 ഹിസ്റ്ററി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ, അഥവാ ICAI എന്നുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 1959 സ്പെഷ്യൽ ആക്ട് വഴി അന്ന് വരുമ്പോൾ അതിൻ്റെ പേര് ICWAI എന്നായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ആ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് 20th ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ എന്താണ് ഇതിൽ കവർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഓരോ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തണം. ഒന്ന്, നിങ്ങളുടെ കയ്യിലിപ്പോൾ എന്തായാലും ഈ നോട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഈ നോട്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു നോട്ട് ബുക്കൊക്കെ എടുത്ത് നല്ല ക്ലാസ്മേറ്റ്സിൻ്റെ റൂൾഡ് നല്ല അടിപൊളി ബുക്കൊക്കെ മേടിച്ച് നല്ല 1-2 ഡിഫറെൻറ്റ് ഇങ്ക്, ഇപ്പോൾ നിങ്ങൾ നോർമൽ ഉപയോഗിക്കുന്ന ബ്ലൂവോ അതേപോലെ ബ്ലാക്കോ ഏതെങ്കിലും ഇങ്ക് ഉണ്ടാവുമല്ലോ, അതുകൂടാതെ റെഡും ഗ്രീനൊക്കെ വെച്ച് ഹൈലൈറ്ററൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഈ 20 ടോപ്പിക്ക് മാഷ് പറഞ്ഞ ഈ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുക, എഴുതിയെടുക്കാതെ ദെൻ ആഫ്റ്റർ എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്തുള്ള ചില പോയിൻറ്റുകളൊക്കെ അവിടെ എന്ത് ചെയ്യുക, ഈ റെഡിങ് കൊണ്ട് കാണിച്ചിരിക്കുന്നതൊക്കെ അല്ലേ, ഈ കുത്തിവരകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കും. ദെൻ ആഫ്റ്റർ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ടോപ്പിക്ക് എടുത്ത് എന്ത് ചെയ്യാൻ നോക്കാം. പിന്നെ ഇതിൽ ഇനി കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പാർട്ട് 1 തിയറി ബേസ്ഡ് ടോപ്പിക്സാണ്. പിന്നെ ഇതിൽ പാർട്ട് 2 പറയുന്നത് പ്രീവിയസ് ഇയറിൽ റീസെൻ്റ്ലി വരെ ചോദിച്ച പാസ്റ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യനുകൾ ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുന്നത് നമുക്ക് ഒരു വർക്ക് ബുക്ക് എന്നൊരു ബുക്കുണ്ട്. പലരും ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല, കേട്ടവരുണ്ടാവാം. നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുകയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് സാധനം. ആ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും നോക്കുന്ന ഒന്നായിരിക്കും. കാരണം എക്സാമിനേഷന് പലപ്പോഴും അതിലുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുക ചോദിച്ച് കാണാറ്. ഓക്കെ, പിന്നീട് നിങ്ങളിത് പഠിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ വൃത്തിയിൽ എന്ത് ചെയ്യുക എഴുതി വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ടോപ്പിക്കിലേക്ക് കിടക്കുന്ന നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകും. ഒന്നാമത്തെ ടോപ്പിക്ക്, എന്താണ് കോസ്റ്റ് ഓഡിറ്റ്? വാട്ട് ഈസ് കോസ്റ്റ് ഓഡിറ്റ്? അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപേ നമുക്ക് 2 ടേമുകൾ ഇവിടെ എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ഓക്കെ, പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ പുതുക്കാം, നമ്മുടെ ആ ഓർമ്മയിൽ നിന്നൊന്ന് എന്ത് ചെയ്യാം, ചകഞ്ഞെടുക്കാം. 2 ടേമുകളാണ്, കോസ്റ്റ് അതേപോലെ ഓഡിറ്റ്. കോസ്റ്റ് എന്താണെന്ന് ഒരു സബ്ജക്റ്റ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ. ഓക്കെ, കോസ്റ്റ്. അതേപോലെ ഓഡിറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഫസ്റ്റ് ഗ്രൂപ്പിൽ മാത്രമല്ല, സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് എന്ന മറ്റൊരു സബ്ജക്റ്റ് കൂടെ FM കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് പഠിച്ച ആളുകളാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതാണ്. എക്സ്പെൻസ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് മീൻസ് എന്താണ്, എക്സ്പെൻസ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഈ എക്സ്പെൻസ് ഏതൊക്കെ ആവാം? എക്സ്പെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല മറുപടി എന്താണോ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ കണ്ട എക്സ്പെൻസുകൾ, അതാണ് എക്സ്പെൻസ്. എന്തൊക്കെയായിരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, പ്രൈം കോസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഓവർ ഹെഡുകളാണ്. 3 ഓവർ ഹെഡുകളുള്ളത് അല്ലേ. ഒന്നേതാ, ഫാക്ടറി ഓവർ ഹെഡ്. രണ്ടാമത്തേതാ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്.
മൂന്നാമത്തെ ഏതാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഈ ഓവർഹെഡുകളൊക്കെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ഈ ടോട്ടൽ കോസ്റ്റും പ്ലസ് പ്രോഫിറ്റും ഒക്കെ കാണിച്ച് സെല്ലിംഗ് പ്രൈസൊക്കെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് സെല്ലിംഗ് പ്രൈസൊക്കെ കണ്ടെത്തുന്ന ഒന്നിനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ എന്താണോ ഉള്ളത് ആ കോസ്റ്റാണെന്ത്? കോസ്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഞാൻ പറയണ്ടല്ലോ, ഈ കോസ്റ്റിനെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ഓഡിറ്റ് എന്താണെന്ന് കൂടെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിപ്പോവാം. ഓഡിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓഡിറ്റ് നമ്മളെപ്പോഴും ഷോർട്ടാക്കി VCS ആണ് ഓഡിറ്റ്. സർ എന്താണ് VCS? നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇപ്പം ശരിയാക്കി തരാം. V എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ. എന്താണ് വെരിഫിക്കേഷൻ? C എന്ന് പറഞ്ഞാൽ ചെക്കിങ്. S എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ? സ്ക്രൂട്ടിനി. അപ്പോൾ ഏതൊക്കെയാണ്? വെരിഫിക്കേഷൻ, ചെക്കിങ് ആൻഡ് സ്ക്രൂട്ടിനി. ഈ 3 സാധനമാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് പോലെയുള്ള ഓവർഹെഡ് പോലെയുള്ള കോസ്റ്റുകളെ വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക, സ്ക്രൂട്ടിനി ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഡിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെങ്കിലും എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് ഇവിടെ നോക്കാം. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് കോസ്റ്റ് ഓഡിറ്റ്. വായിക്കാം. ഓഡിറ്റിംഗ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. അതിനല്ലേ നമ്മളിവിടെ പറഞ്ഞ് തന്നെ ഒരു ഓഡിറ്റിംഗ് എന്താണെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പറഞ്ഞു. വെരിഫിക്കേഷൻ, ചെക്കിങ് ആൻഡ് സ്ക്രൂട്ടിനി. അപ്പോൾ ഇവിടെ എന്താ? മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ഓക്കെ. ലേബർ എടുത്തിട്ടുണ്ട്, ശരിയാണല്ലോ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ. പിന്നെ ഓവർഹെഡ് എന്നാണ്. ഇതൊക്കെ എന്താണ്? ഓവർഹെഡാണ്. സർ അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എടുത്തിട്ടില്ലല്ലോ? ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. വിച്ച് മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്തല്ല അത്ര വലിയൊരു എക്സ്പെൻസായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യാറില്ല, ഉണ്ടാവാറില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ അറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് നോർമലി ഉണ്ടാവാറില്ല. ഇനി ആ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ താഴെ ആ പ്രശ്നം തീരും. നോക്കൂ, ഓഡിറ്റിംഗ് ഓഫ് എനി കൈൻഡ് ഓഫ് കോസ്റ്റ്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഡയറക്റ്റ് എക്സ്പെൻസ് നോൺ ആസ് കോസ്റ്റ് ഓഡിറ്റ്. ഇറ്റ് ഇൻക്ലൂഡിങ് ഓഡിറ്റിംഗ് ഓഫ് ഓൾ കോസ്റ്റ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ടത് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഏതൊക്കെയാ? ലേബർ, മെറ്റീരിയൽ, മാർക്കറ്റിംഗ് ആൻഡ് റിസർച്ച്, എക്സെട്ര. ഈ എക്സെട്രയിൽ എല്ലാ കോസ്റ്റും വരും കോസ്റ്റ് ഷീറ്റിലുള്ള. ഇൻ സിമ്പിൾ വേർഡ്, ഓഡിറ്റിംഗ് ഓഫ് ഓൾ ദോസ് കോസ്റ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നാം പഠിച്ച എല്ലാ കോസ്റ്റുകളിലെയും ഓഡിറ്റിങ്ങിനെയാണ് ഏത് പറയുന്നത്? കോസ്റ്റ് ഓഡിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഹൗ ഡു എൻഷുവർ കോസ്റ്റ് ആർ റെക്കോർഡഡ് പ്രോപ്പർലി ഇൻ കോസ്റ്റ് ഷീറ്റ്? നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റിൽ കോസ്റ്റൊക്കെ വളരെ പ്രോപ്പറായിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ എന്താ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ആർ ദർ എനി നോംസ്? അതിനെന്തെങ്കിലും നോംസ് ഉണ്ടോ, അല്ലെങ്കിൽ റൂളുണ്ടോ, അല്ലെങ്കിൽ ലോ ഉണ്ടോ എന്നാണ് പറയുന്നത്. യെസ് ഉണ്ട്. ആൻസർ എന്താണ്? യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ്? വി ഹാവ് 2 തിങ്സ് ആണ് പറയുന്നത്. നമ്പർ 1 എന്താ? റൂൾ 2014. അതെന്താ റൂൾ 2014? ആദ്യമായിട്ട് കേൾക്കാവും അല്ലേ? ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുകയെന്ന് പഠിച്ചോളൂ. കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014. എത്ര എണ്ണം ഉണ്ട്? 6 റൂളുണ്ട്. റൂൾ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് 6 റൂളുണ്ട്. ആ റൂളിനെ പറയുന്നത് എന്താണ്? കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ്. ഓക്കെ, പറഞ്ഞു പഠിക്കണം. കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ. ഇനി ഒരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്റർ 2 ഇല്ലേ? ചാപ്റ്റർ 2, ആ ചാപ്റ്റർ 2 ഏതാ പറയുന്നത്? കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് തന്നെ. ഓക്കെ, യെസ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 6 റൂളും പരിചയപ്പെടും. രണ്ടാമത് നമുക്ക് കോസ്റ്റ് റെക്കോർഡ്സ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് സപ്പോർട്ടായിട്ട് നൽകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോലെ ഇവിടെ ഏതുണ്ട്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 24. ഇതും നമ്മളൊരു സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് തന്നെ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ. ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. എത്ര എണ്ണം ഉണ്ട്? 4 നോസ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 ഉണ്ട്. അതേപോലെ കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എത്ര ഉണ്ട്? 4 നോസ് ഉണ്ട്. അങ്ങനെ 3 തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം.
ഒന്ന് പറഞ്ഞ റൂളാണ്, മറ്റേതാണ് സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡിൽ തന്നെ ഏതുണ്ട്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുണ്ട്, കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡുണ്ട്. ഇതൊരു ചാപ്റ്ററാണ്, ഇത് വേറൊരു ചാപ്റ്ററാണ്, ഒരു സ്മോൾ ചാപ്റ്ററാണിത് ഈ 4 നോട്ട്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഓരോന്നിനും പിൻബലമായിട്ട് എന്തുണ്ട്? ഒരു നിയമം വേണ്ടേ, അല്ലെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണ്ടേ, ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടം വേണ്ടേ? അതാണ് ഈ പറയുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളത്. നമ്മൾ AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി, അക്കൗണ്ടിങ് 2 ഏതാ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി പഠിച്ച പോലെ ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ല, ഇവിടെ ഏതാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 ഓക്കെ, അടുത്തത് വൈ വി ആർ യൂസിങ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അടുത്ത ചോദ്യം. വൈ, അല്ലെങ്കിൽ ഇത് വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പർപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എക്സാമിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പർപ്പസ്, ഇതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് തന്നെയല്ലേ. വൈ വി ആർ യൂസിങ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോക്കൂ. ഫോർ ഡൂയിങ് അലോക്കേഷൻ, ഈ പോയിൻ്റൊക്കെ ഞാൻ പഠിപ്പിച്ചു തരേണ്ടിയിരുന്നു നിങ്ങൾക്ക്. എന്താ അലോക്കേഷൻ ഓർക്കണ്ട. ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്ററിൽ ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക, റീ അപ്പോർഷൻ ചെയ്യുക, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്, ഇതൊക്കെ ഞാൻ വളരെ വിശാലമായി സമയമെടുത്ത് പറയേണ്ടതാണ്, പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോസ്റ്റിൻ്റെ ആ ഭാഗം എടുത്തിട്ട് നോക്കാം. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അപ്പോർഷൻ ചെയ്യുമ്പോൾ റെൻ്റ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ബേസ് ഉണ്ടാവും. റെൻ്റ് അപ്പോർഷൻ ചെയ്യാൻ നമ്മൾ ഏതെടുക്കാറ്? നോർമലി ഏരിയ ആണ് എടുക്കാറ്. അപ്പോൾ ഈ ഏരിയ എടുക്കാൻ എന്താണ് കാരണം, അല്ലെങ്കിൽ നിങ്ങളെന്താ ഏരിയ എടുത്തത്, ഏതൊക്കെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളതാ ബേസ് എന്നൊക്കെ ഏത് പറയുന്നുണ്ട്? ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി നമ്മൾ പറയാറില്ലേ, ഏതൊക്കെ മെത്തേഡാണ്? ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ്, അങ്ങനെ പല മെത്തേഡ്, സിമ്പിൾ ആവറേജ് ഒക്കെ ഉണ്ട്. പക്ഷേ AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി പ്രകാരം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാ? ഒന്നിരിക്കും ഫിഫോ ആണോ, അല്ലെങ്കിൽ ഏതാണോ വെയ്റ്റഡ്. ഈ 2 മെത്തേഡേ പറ്റുള്ളൂ. അതേപോലെ തന്നെ കോസ്റ്റിങ്ങിൽ ഒരുപാട് ഓപ്ഷൻ ഉള്ളപ്പോൾ ചിലത് മാത്രമേ എടുക്കാവൂ, ചിലതെടുത്താലാണ് വളരെ പെർഫെക്റ്റായി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് വേണ്ടത് എന്താണോ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമലി നമുക്ക് വേണ്ടത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും? യൂണിഫോമിറ്റി. ഏതാണ്? യൂണിഫോമിറ്റി. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അഥവാ പല ആളുകളും തോന്നിയ പോലെ അപ്പോർഷൻ ചെയ്യാനും അബ്സോർപ്ഷൻ ചെയ്യാനൊക്കെ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ആ വ്യത്യസ്ത കമ്പനികൾ തമ്മിലുള്ള കമ്പാരിസൺ എന്ത് ചെയ്യില്ല, അത്ര എളുപ്പമാവില്ല. അതുകൊണ്ടാണ് ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. വി ഹാവ് ഡിഫറെൻറ്റ് ബേസ് ഫോർ അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. നമ്മൾ പറഞ്ഞതാണ് ഏരിയ, നമ്പർ ഓഫ് എംപ്ലോയി, ലൈറ്റ് പോയിൻറ്റ്, മിഷൻ ഹവർ റേറ്റ്, MHR എന്ന് പറഞ്ഞാൽ മിഷൻ ഹവർ റേറ്റ്, സെയിൽസ് റവന്യൂ. ഇതൊക്കെ നമ്മുടെ പല ബേസ് അല്ലേ. ഇഫ് കമ്പനീസ് ആർ അപ്പോർഷൻ ദെയർ കോസ്റ്റ് ആസ് ദെയർ ഓൺ വേ, ദർ ഈസ് നോ സ്കോപ്പ് ഫോർ കമ്പാരബിലിറ്റി. കമ്പനികളൊക്കെ അവർക്ക് തോന്നിയ പോലെയുള്ള ബേസ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തിനും സ്കോപ്പില്ല, കമ്പയർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് കിട്ടില്ല. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഇറ്റ് വിൽ എറൈസ് ദ റോൾ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോഴാണ് യൂണിഫോമിറ്റി വരുത്താൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ പ്രാധാന്യം അവിടെ എറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തിനാ എന്നുള്ളതിൻ്റെ ചെറിയൊരു രൂപം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക്ക് കഴിഞ്ഞു? കോസ്റ്റ് ഓഡിറ്റ് കഴിഞ്ഞു. ആ കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓഡിറ്റിംഗ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്ത പോയിന്റ് പറയുന്നതാണ് ഹൗ ഡു എൻഷുവർ കോസ്റ്റ് റെക്കോർഡ്സ് ആർ പ്രോപ്പർലി ഇൻ കോസ്റ്റ് ഷീറ്റിൽ എങ്ങനെയാണെന്നുള്ളത്. ഈസ് ദർ ഇൻ നോംസ് ഉണ്ട്. 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. 2014 കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014 6 സ്റ്റാൻഡേർഡ് ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 ഉണ്ട്. കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് 4 ഉണ്ട്. വൈ വി ആർ യൂസിങ് കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളി പറയാൻ പറ്റുന്നതാണ് യൂണിഫോം.